ഞാൻ എൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണത്തെ ക്ലീനിങ് അല്ല, ഡീപ്പ് ക്ലീനിങ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ സാധാരണ നമ്മൾ കുറച്ച് പച്ചക്കറി അല്ലെങ്കിൽ ഗ്രോസറി ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നായിട്ടൊരു പെട്ടെന്നുള്ളൊരു ക്വിക്ക് ക്ലീനിങ് ചെയ്യും. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പവർ പ്ലഗ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം കൂടുതൽ നമുക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ വെറുതെ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആക്കണമെന്ന് കരുതിയിട്ട് ആ ഒരു പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. സാധാരണ ക്വിക്ക് ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലില്ല, ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു കറക്റ്റ് ഒരു ടൈം അല്ലെങ്കിൽ ഒരു ദിവസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജ് ഏറ്റവും കാലിയായിരിക്കുന്ന ടൈമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം അത്രയും സാധനങ്ങൾ ചീത്താവാതിരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇനി മാറ്റി വെക്കില്ല, ഇന്നത്തെ ദിവസം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡോർമെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രിഡ്ജിൻ്റെ ഡോർമെന്ന്. ആദ്യം തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ആ ഒരു ട്രേ ഒക്കെ ഞാൻ പുറത്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഓരോ ഏരിയ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മൊത്തം മെസ്സി ആയിട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ കുറച്ച് കൗണ്ടർ ടോപ്പ് സ്പേസ് ഉള്ളവർക്കൊക്കെ അതാണ് നല്ലത്. ഓരോ ഏരിയ ക്ലീൻ ആക്കുക, അത് തിരിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇനി അഥവാ നമുക്ക് അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലും ഈസിയാണ്. ഇനി അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെള്ളം അത്ര തന്നെ അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ, സുർക്ക. അപ്പോൾ എല്ലാ ഒരു ക്ലീനിങ്ങിനും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബേക്കിംഗ് സോഡയും സുർക്കയും. അപ്പോൾ മെയിനായിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ സുർക്ക നാച്ചുറലായിട്ടുള്ളൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അതായത് നമുക്ക് മറ്റുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട, നമ്മൾ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ അല്ലേ. അപ്പോൾ സുർക്കക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ. അത് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോകാനും ഒക്കെ സഹായിക്കും, നന്നായിട്ട് ക്ലീൻ ചെയ്യാനും. ആ ഒരു എന്തെങ്കിലും ഫുഡിൻ്റെ എണ്ണ അതുപോലെ മസാല സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും കേട്ടോ. ഇനി കടുത്ത കറകളുണ്ടെങ്കിൽ അതിലേക്ക് 1-2 ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ അതുപോലെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രേ ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ അല്ലാതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനുള്ളിലൊക്കെ എവിടെ നിന്നാണ് ഈ പൊടിയും ചളിയൊക്കെ വന്നത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വാഷറിൻ്റെ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ പലരും ശ്രദ്ധിക്കില്ല. ഇതിനിടയിൽ വെള്ളമൊക്കെ നിന്നിട്ട് ഇങ്ങനെ പൂപ്പ് പിടിച്ചിട്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത്തിരി നമ്മൾ ഫുഡിലായാൽ മതി നമുക്ക് ആ ഒരു ഫുഡ് പോയ്സണൊക്കെ ഏൽക്കാൻ. അപ്പോൾ ഈ ഏരിയ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഈ ഒരു വാഷർ, ഈ ഒരു റബ്ബർ ഏരിയ ഒന്നുകൂടി നല്ല സ്മൂത്തായിട്ട് നിൽക്കാൻ അതിൽ വാസ്ലിനൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ നമ്മൾ വെക്കുന്ന സ്ഥലമല്ലേ. ഇനി ഇതാ അടുത്തത് ഈ ഒരു ട്രേസൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. സാധാരണ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് അതുപോലെ തന്നെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക, അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഏരിയ ക്ലീൻ ആക്കി എടുക്കുന്നതുകൊണ്ടും പുറത്ത് അത്യാവശ്യം നല്ല മഴക്കുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിൽക്കണില്ല. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാൻ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സിങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഭയങ്കര ഈസി ആട്ടോ. കുറച്ച് വലിയ സിങ്ക് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടിയോ അല്ലെങ്കിൽ സിങ്കിൽ കൊള്ളാത്ത പുറത്തേക്ക് വെള്ളം തെറിക്കുന്ന ഒന്നും പ്രശ്നമില്ല കേട്ടോ. മൊത്തം സിങ്കിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഫ്രിഡ്ജിനൊക്കെ ഒരുവിധം ഗ്ലാസ് ട്രേസ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രേ ഒന്ന് ചീത്താവാതിക്കാൻ വേണമെങ്കിൽ ട്രേ ലൈനേഴ്സൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് സ്മെല്ലുള്ള ഫ്രിഡ്ജാണ്, അതായത് ബാഡ് സ്മെല്ലൊക്കെ വരുന്ന ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ 1-2 സ്പൂൺ ബേക്കിംഗ് സോഡയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1-2 ചെറുനാരങ്ങ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ മൂലക്കൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ അത് വലിച്ചെടുത്തോളും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബാഡ് സ്മെല്ല് ഉള്ളത് ഒഴിവാക്കാനാണ് ആ ഒരു ടിപ്പ്. പക്ഷെ വരാണ്ടിരിക്കാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ എന്തൊരു ഫുഡ് ഐറ്റം വെക്കുകയാണെങ്കിലും അത് കവർ ചെയ്തിട്ട് വെക്കുക. ഇനി ബാക്കി വന്ന ചോറായിക്കോട്ടെ കറി ആയിക്കോട്ടെ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ മൂടിയുള്ള അടപ്പുള്ള പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്മെല്ലുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചിന്തി പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറികൾ ഫ്രൂട്ട്സൊക്കെ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഫ്രഷ് ആയിട്ടിരിക്കും. ആ തൊലിയൊന്നും ചുളിഞ്ഞു പോകാത്ത രീതിയിൽ അങ്ങനെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് നോമ്പിന് വാങ്ങിച്ചിട്ടുള്ള സമൂസ ലീഫാട്ടോ. ഉണ്ടാക്കാന്ന് എഴുതി വെച്ചതാണ്. അപ്പോൾ ചീത്തായിട്ടൊന്നുമില്ല. ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അതുകൊണ്ട് അത് ഞാൻ പുറത്തേക്ക് വെക്കട്ടെ. ഫ്രിഡ്ജിലിരിക്കുന്നത്തോളം കാലം അതെന്തായാലും എടുത്ത് നമ്മൾ യൂസ് ചെയ്യൂല. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡേറ്റ് കഴിഞ്ഞതും പിന്നെ ഇനി ഉപയോഗിക്കില്ല എന്ന് തോന്നുന്ന ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. വെറുതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് നിറയ്ക്കുന്നതിനേക്കാളും നല്ലതല്ലേ.
ഈ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തിരിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ നേരത്തെ ചെയ്ത പോലെ ആ ഒരു വിനാഗിരിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം തുടച്ചിട്ട് വെക്കുക. അതെല്ലാം ഒരുപാട് ചീത്തായതുണ്ടെങ്കിൽ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ മെയിൻ ഫ്രിഡ്ജ് ഏരിയ ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പോകട്ടെ. ആദ്യം സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, പിന്നെ ട്രേസൊക്കെ ഒഴിവാക്കുക. അതിനുശേഷം ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് എല്ലാ മുക്കും മൂലം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ തുണി കൊണ്ട് ക്ലീൻ ആക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ടൂത്ത് ബ്രഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ക്രെവിസസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ അതുപോലെ അഴുക്കില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ തന്നെ മതി. കുറച്ച് പഴയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ക്ലീൻ ആക്കേണ്ടി വരും. അങ്ങനെ ഇതാ ഫ്രിഡ്ജ് കഴിഞ്ഞ് ഫ്രീസറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഫ്രീസർ നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്യുക. കാരണം അത്രയും സമയം ഫ്രീസറിലുള്ള സാധനങ്ങൾ പുറത്ത് വെച്ചാൽ നമുക്കറിയാം പെട്ടെന്ന് ചീത്തവണ സാധനങ്ങളാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഏറ്റവും ലാസ്റ്റിൽ ചെയ്താൽ അത്രയും സമയം അതിന് തണുപ്പിലിരിക്കാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള ഈ ഒരു ഹോൾസ് ഉണ്ടാവും ഫ്രിഡ്ജിലേക്ക്, നമ്മൾ ആ ഒരു തണുപ്പ് വരുന്ന ആ ഒരു ഹോൾസ് അത് ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അത് നമുക്ക് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് കറണ്ട് സേവ് ചെയ്യാനും നല്ലതാട്ടോ. കാരണം അതൊക്കെ അടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തണുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചാൽ നല്ലോണം നമുക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫ്രിഡ്ജിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടാണ് ഈ ഒരു ഐസ് മേക്കർ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ പൊന്തിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. നീക്കിയിട്ട് ട്രേ പോലെ വലിച്ചെടുക്കാൻ പറ്റുമല്ലോ കേട്ടോ ഐസ് ക്യൂബ്സ്. ഇതുപോലെ ഹയറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ അകം മാത്രമല്ല പുറവും ഒരുപോലെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ആ ഒരു ഹോളിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് പഴയ മോഡൽ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഡീഫ്രോസ്റ്റ് ആയിട്ട് വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്ന ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളം കറണ്ട് പോയാലൊക്കെ വെള്ളം വന്നാലും തിരിച്ച് കറണ്ട് വന്ന സമയത്ത് ആ ഒരു മോട്ടർ വെച്ചിട്ട് തിരിച്ച് ആസ്പിറേറ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ വരില്ല. ഒരുപാട് ദിവസമൊക്കെ കറണ്ട് പോയാലൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുള്ളൂ. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയൊക്കെ കൊടുക്കുന്ന ഈ ഒരു മോട്ടർ ഏരിയ അതൊക്കെ നല്ലോണം നമ്മൾ ഡസ്റ്റ് ഫ്രീ ആക്കി വെക്കുക. അതും നേരത്തെ പറഞ്ഞ പോലെ അതിലൊക്കെ പൊടി അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കറണ്ട് വലിക്കാൻ കൂടുതൽ കാരണമാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പഴയ മോഡൽ ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം ഡീപ്പ് ക്ലീനിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് മോഡിലിടുക. അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഡീഫ്രോസ്റ്റ് മോഡിലിടുക. അപ്പോൾ അതിലുള്ള ഐസും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ. ഫ്രിഡ്ജ് ഇടയ്ക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പുതിയ മോഡലിലൊന്നും അതില്ല എന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജ് തിരിച്ച് ആ സ്ഥാനത്തേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഓണാക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ഓണാക്കരുത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഫ്രിഡ്ജ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം അതിലുള്ള ഒരു ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുകയാണ്. അപ്പോൾ അതൊന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജ് ഓണാക്കി എടുക്കുക കേട്ടോ. ഇനി പുറം ഭാഗം ഞാനിതുപോലെ തന്നെ ആ ഒരു സെയിം സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ആ ഒരു പുൽത്തൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, വെറും പ്ലെയിൻ വിനെഗർ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അവസാനമായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ടർക്കിയൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ടിപ്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.